തികച്ചും അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 8-ാം തീയതി അതിജീവിത നൽകിയ ഒരു ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 10-ാം തീയതി കേരള നിയമസഭയിലെ ഒരു അംഗത്തെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെത്തി അർദ്ധരാത്രി 12:30 പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് ഈ അറസ്റ്റ് നടത്താനുള്ള കാരണം? അവസാനം മുൻ പോലീസ് മേധാവി TP സെൻകുമാർ നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് യാതൊരു ഹോംവർക്കും ചെയ്യാതെയാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഒരു ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ആരെയും നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്തുകൂടെ? എന്തായാലും ശരി, ഈ അറസ്റ്റിന് നിയമപരമായ സാധുതയില്ല എന്നാണ് നിയമരംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത്, മുൻ പോലീസ് മേധാവി പറയുന്നത്. ഇവിടെ അതിന് നിയമസാധുതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് വളരെ തിടുക്കപ്പെട്ട് എന്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ 10-ാം തീയതി രാത്രി 12:30 അറസ്റ്റ് ചെയ്തു? 10-ാം തീയതി രാത്രി 12:30 എന്ന് പറയുമ്പോൾ 11-ാം തീയതി രാവിലെ ആയിക്കഴിഞ്ഞു. 11-ാം തീയതി കഴിയുമ്പോഴാണ് ഈ വിവരം, അതായത് 11-ാം തീയതിയിലെ പത്രങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കേരളം അറിയുന്നത്. ഇത്ര തിടുക്കപ്പെട്ട് ഈ അറസ്റ്റിന് ഈ രാത്രി 12:30 കണ്ടെത്തിയതിൻ്റെ കാരണം എന്താണ്? ഈ 12:30 എന്ന് പറയുന്ന സമയം കണ്ടെത്തിയതിൻ്റെ കാരണം എന്താണ്? എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെയല്ല, മറിച്ച് റോക്കറ്റിൽ നിന്നും മാതൃപേടകം വേർപെട്ട് സാവധാനം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നത് പോലെയുള്ള വളരെ കൃത്യമായ ഒരു ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി 12:30 അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്? അത് കൃത്യമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ, കേരള രാഷ്ട്രീയത്തിലെ പുതിയ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്കത് വളരെ വ്യക്തമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അശുഭകരമായ ഒരു ദിവസമായിരുന്നു 11-ാം തീയതി. കാരണം 11-ാം തീയതി ആണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയത്. അപ്പോൾ അമിത്ഷാ കേരളത്തിലെത്തിയതിൻ്റെ പ്രാധാന്യം 12-ാം തീയതി പത്രങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. 12-ാം തീയതിയിലെ പത്രങ്ങൾ നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവചരിത്രം ചിലർ കൊടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ DYFIക്കാരും യുവമോർച്ചയൊക്കെ നടത്തുന്ന പ്രകടനങ്ങളും ഒക്കെ പത്രക്കാർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളിനെ ഒരു വലിയ വാർത്താ പുരുഷനാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചരണമാണ് 12-ാം തീയതിയിലെ പത്രത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അമിത്ഷായുടെ പ്രസംഗത്തെക്കുറിച്ചോ അമിത്ഷായുടെ വരവിനെക്കുറിച്ചോ തികച്ചും അപ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാത്രമേ നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങൾ കരുതിയിട്ടുള്ളൂ. അതേസമയം ദൂരദർശന് കൃത്യമായി അമിത്ഷായുടെ വരവും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ ദൂരദർശൻ റിപ്പോർട്ട് ചെയ്തു, സർക്കാർ മാധ്യമം എന്ന നിലയിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എങ്ങനെ അമിത്ഷായുടെ വരവിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാക്കി എന്നുള്ളതാണ്. 12-ാം തീയതിയിലെ മലയാള മനോരമ പത്രത്തിൽ അമിത്ഷായുടെ പ്രസംഗമുണ്ട്. അമിത്ഷായുടെ പ്രസംഗം മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് BJP ഏകോപനം അമിത്ഷാ നേരിട്ട്. ഈ വാർത്ത 8-ാമത്തെ പേജിലാണുള്ളത്. മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് കേരള BJP അമിത്ഷാ നയിക്കും, അത് 7-ാമത്തെ പേജിലുള്ളതാണ്. അപ്പം ഈ വാർത്ത എത്രമാത്രം അപ്രധാനമായി അഗണ്യ കോടിയിൽ തള്ളപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നു എങ്കിൽ നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമിത്ഷായുടെ വരവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമായിരുന്നു. കാരണം മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയും ആ ദിവസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കി അമിത്ഷായുടെ വരവിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നതാണ് ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അമിത്ഷാ ഇവിടെ വന്ന് 2-3 പ്രഖ്യാപനങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ദേശീയ വിഷയമാക്കും എന്നാണ്. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഒതുങ്ങി നിൽക്കുന്ന ഈ വിഷയം അതിനെ മാറ്റി ആസേതു ഹിമാചലം വലിയൊരു വാർത്തയാക്കി മാറ്റും എന്നാണ് അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് ഗവൺമെൻറ് നിർബന്ധിതമാകും എന്നാണ്. എന്നുവെച്ചാൽ വേറെ ഏതെങ്കിലുമൊക്കെ ഏജൻസി, CBI പോലുള്ള ഏജൻസി അന്വേഷണ രംഗത്തേക്ക് വരും എന്നുള്ളൊരു സൂചനയാണ് അമിത്ഷാ പറഞ്ഞത്. അവസാനം അമിത്ഷാ പറഞ്ഞ ഒരു വാചകം, അത് നമ്മുടെ ചങ്കിൽ കൊള്ളുന്നൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയന് ഇറങ്ങിപ്പോകാൻ സമയമായി എന്നുള്ളതാണ്. അതൊരു നിസ്സാര കാര്യമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. ഈ വാർത്തകളൊക്കെ ഞാൻ വായിച്ചത് മനോരമയിൽ നിന്നോ മാതൃഭൂമിയിൽ നിന്നോ അല്ല, മറിച്ച് കേരള കൗമുദിയിൽ നിന്നാണ്. കേരള കൗമുദി ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തു അമിത്ഷായുടെ വിസിറ്റിന്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അമിത്ഷാ വന്നതിൻ്റെ ഒരു ലക്ഷ്യം കേരള കൗമുദി സംഘടിപ്പിച്ച പുതിയ ഭാരതം പുതിയ കേരളം കോൺക്ലേവിൽ പങ്കെടുക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനുമായിട്ടാണ്. അദ്ദേഹം വന്നു, അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കേരള കൗമുദിയുടെ കോൺക്ലേവിൽ പങ്കെടുത്തത് തനി കേരളീയ വേഷത്തിൽ ഒരു നവവരനെ പോലെ ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് വന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ അമിത്ഷായുടെ പ്രസംഗത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രസംഗമാണ് കേരള കൗമുദിയുടെ ചീഫ് എഡിറ്റർ ദീപു രവി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് പത്രം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ മോദി സർക്കാർ കൊണ്ടുവന്നത് വിപ്ലവകരമായ മാറ്റം എന്നാണ്. അത് വലിയ തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ചീഫ് എഡിറ്ററുടെ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയി ആ പ്രസ്താവന മുഴുവനും വായിച്ചു. കുറ്റം പറയാൻ പാടില്ലല്ലോ. ആ പ്രസംഗത്തിനിടയ്ക്ക് പുട്ടിന് പീരയിടുന്നത് പോലെ പിണറായി വിജയൻ സർക്കാരിനെക്കുറിച്ചും ഒന്ന് രണ്ട് നല്ല വാക്കുകൾ പറഞ്ഞത് ഒഴിച്ചു നിർത്തിയാൽ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പ്രസ്താവനയാണ് ദീപു രവി ചീഫ് എഡിറ്റർ, കേരള കൗമുദിയുടെ ചീഫ് എഡിറ്റർ നൽകിയിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കേരള കൗമുദി എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ദിനപത്രമാണ്. ഈഴവ സമുദായത്തിൻ്റെ ഒരു ഗസറ്റ് പോലെ തന്നെയാണ് കേരള കൗമുദി പലപ്പോഴും കാണാറുള്ളത്. ഈഴവ സമുദായത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന പത്രം കേരള കൗമുദിയാണ്. അപ്പോൾ കേരള കൗമുദിയിൽ ഈ വന്ന മാറ്റം, അവരുടെ പോളിസിയിലുണ്ടായ ഈ മാറ്റം ഒരു നിസ്സാരമായ ഒരു കാര്യമായി കാണാൻ നമുക്ക് പറ്റില്ല. 2024 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമായി, CPMൽ നിന്നും വലിയ ഒരു വിഭാഗം ഈഴവ വോട്ട് സാവധാനം BJPയിലേക്ക് ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ്. 2026 അടുക്കുമ്പോൾ ഈ ഒഴുക്ക് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അതിന് വഴിയൊരുക്കുന്നതാണ് കേരള കൗമുദിയുടെ പുതിയ ഭാരതം പുതിയ കേരളം കോൺക്ലേവ്. ആ കോൺക്ലേവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ കേരള കൗമുദിയുടെ ചീഫ് എഡിറ്റർ ദീപു രവി നടത്തിയ പ്രസംഗം ശരിക്കും ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെയായിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് മോദി സർക്കാരിൻ്റെ വിജയങ്ങളെ വാനോളം പുകഴ്ത്തുന്നതും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിയില്ലെങ്കിലും അത് അപ്രസക്തമാക്കുന്നതുമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനപ്പുറമായിട്ട് മോദി സർക്കാരിനെ കുറിച്ച് പുകഴ്ത്താനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടുതൽ സമയം വിനിയോഗിച്ചത്. ഇത് 26 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിശാസൂചകമായി എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു തുടക്കം, അതായത് 26 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കേളികൊട്ടാണ് നമ്മൾ കേരള കൗമുദിയുടെ കോൺക്ലേവിൽ കേട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 26 ഈഴവ സമുദായത്തിൻ്റെ കൂടുതലോട്ട് BJPയിലേക്ക് ഒഴുകിയെത്തിയാൽ ഇന്ന് പല പദവികളും സ്വപ്നം കാണുന്ന, വിജയങ്ങളും സ്വപ്നം കാണുന്ന പല ആളുകൾക്കും തെരഞ്ഞെടുപ്പ് ഒരു കനത്ത വെല്ലുവിളിയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കണമെന്നില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ചില സൂചനയാണ് അമിത്ഷായുടെ വരവും കേരള കൗമുദിയുടെ കോൺക്ലേവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.